പ്രധാനമന്ത്രി ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്നുണ്ടെന്നും ആലത്തൂർ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയാണ് അവർ പ്രയോറിറ്റി എന്നും പറയുന്നു. കരുവന്നൂരാണ് സ്വാഭാവികമായിട്ട് അവർ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ അദ്ദേഹം അതിനു മുമ്പ് മണിപ്പൂർ പോയിട്ട് വരണം എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. കാരണം ഇതുവരെ മണിപ്പൂർ പോയിട്ടില്ല. തൃശ്ശൂർ മൂന്നാമത്തെ വരവാ, 3 അല്ല 10 വരെ വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇപ്പോഴവർ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് തൃശ്ശൂർ. കരുവന്നൂർ വിഷയം ആളെ കത്തിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് BJPക്ക് ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി ശിക്ഷിക്കപ്പെടും. കാരണം ഒരു ബാങ്കിനെ തകർത്തതിൻ്റെ പാപഭാരം അവർ അനുഭവിച്ചേ മതിയാവും. അത് ജനം ബാലറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ തന്നെ അതിൻ്റെ പ്രതിഷേധം ജനങ്ങൾ രേഖപ്പെടുത്തും. ആ ബാങ്ക് കൊള്ളയടിച്ചവർക്കെതിരെ 1 ലക്ഷം പോലും പറയാത്ത അവരുടെ സ്ഥാനാർത്ഥിയെയും ജനങ്ങൾ ശിക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് കരുവന്നൂർ ബാങ്കിൽ ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം BJPക്കോ മോഡിക്കോ ലഭിക്കില്ല. ഈ കോഴിക്കോടിലെ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില മലക്കമർച്ചിലൊക്കെ സർക്കാർ നടത്തുന്നുണ്ടായിരുന്നു. അതിജീവിതയോടൊപ്പം നിന്നതിൻ്റെ പേരിലാണ് ആ കുട്ടീനെ വളരെയധികം ദ്രോഹിച്ചത്. അത് ഏതായാലും സർക്കാരിനെ തെറ്റുതിരുത്തേണ്ടി വരാൻ കാരണം, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് നടപടി ഉണ്ടാകും എന്ന മുൻകൂർ സൂചന കിട്ടിയതുകൊണ്ടാണ് ഇപ്പോഴും സർക്കാർ വഴങ്ങിക്കൊടുത്തിട്ടുള്ളത്. അത് അപ്പോൾ അതിജീവിതയോടൊപ്പം നിൽക്കേണ്ട സർക്കാർ അവരോടൊപ്പം നിന്നവരെ ദ്രോഹിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ കേരളത്തിലെ LDF സർക്കാരിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനവിരുദ്ധ നയങ്ങളുടെ, തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ, ഉദ്യോഗസ്ഥ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് ആ വീഡിയോ ഒന്ന് കൊടുക്കണേ. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന് യാതൊരു സംശയവുമില്ല ജയിക്കുമെന്നതിൽ. ഏത് കൊലകൊമ്പൻ അവിടെ വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നാണ് മുരളീധരന്റെ വാദം. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ബൈറ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്ക് പിന്നാലെ മോദിയെ സന്തോഷിപ്പിക്കാനുള്ള നടപടികൾ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നും സാഹചര്യം കോൺഗ്രസ് നിരീക്ഷിക്കുകയാണെന്നും മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ മുരളീധരൻ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ CPM BJP ഡീലുണ്ട്. മുഖ്യമന്ത്രിക്ക് നട്ടെല്ലുണ്ടെങ്കിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് പറയട്ടെ. കോൺഗ്രസ് എറിഞ്ഞു കൊടുക്കുന്ന എല്ലും കഷ്ണം കടിക്കണം. എന്നിട്ട് കേരളത്തിൽ വന്ന് വീരവാദവും പറയണം. പ്രധാനമന്ത്രി കരുവന്നൂരിൽ വരുന്നതിന് മുമ്പ് ആദ്യം മണിപ്പൂരിൽ പോകണം. കരുവന്നൂർ ആളിക്കത്തിച്ചതുകൊണ്ട് BJPക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഒരു ബാങ്ക് തകർത്തതിന് വോട്ടർമാർ ഇടതുപക്ഷത്തെ ശിക്ഷിക്കും. കരുവന്നൂർ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാത്തയാളാണ് LDF സ്ഥാനാർത്ഥി. അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിതയെ സ്ഥലം മാറ്റിയ നടപടി ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ നയമാണ് കാണിക്കുന്നത്. അനിതയെ ജോലിക്കെടുക്കാൻ തീരുമാനിച്ചത് കോടതിയിൽ തിരിച്ചടി ഭയന്നാണെന്നും മുരളീധരൻ പറഞ്ഞു. മുരളീധരന്റെ വാക്കുകളിലേക്ക്. പ്രധാനമന്ത്രി ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്നുണ്ടെന്നും ആലത്തൂർ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയാണ് അവർ പ്രയോറിറ്റി എന്നും പറയുന്നു. കരുവന്നൂരാണ് സ്വാഭാവികമായിട്ട് അവർ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ അദ്ദേഹം അതിനു മുമ്പ് മണിപ്പൂർ പോയിട്ട് വരണം എന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. കാരണം ഇതുവരെ മണിപ്പൂർ പോയിട്ടില്ല. തൃശ്ശൂർ മൂന്നാമത്തെ വരവാ, 3 അല്ല 10 വരെ വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഇപ്പോഴവർ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് തൃശ്ശൂർ. കരുവന്നൂർ വിഷയം ആളെ കത്തിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് BJPക്ക് ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി ശിക്ഷിക്കപ്പെടും. കാരണം ഒരു ബാങ്കിനെ തകർത്തതിൻ്റെ പാപഭാരം അവർ അനുഭവിച്ചേ മതിയാവും. അത് ജനം ബാലറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ തന്നെ അതിൻ്റെ പ്രതിഷേധം ജനങ്ങൾ രേഖപ്പെടുത്തും. ആ ബാങ്ക് കൊള്ളയടിച്ചവർക്കെതിരെ 1 ലക്ഷം പോലും പറയാത്ത അവരുടെ സ്ഥാനാർത്ഥിയെയും ജനങ്ങൾ ശിക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് കരുവന്നൂർ ബാങ്കിൽ ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രയോജനം BJPക്കോ മോഡിക്കോ ലഭിക്കില്ല. ഈ കോഴിക്കോടിലെ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില മലക്കമർച്ചിലൊക്കെ സർക്കാർ നടത്തുന്നുണ്ടായിരുന്നു. അതിജീവിതയോടൊപ്പം നിന്നതിൻ്റെ പേരിലാണ് ആ കുട്ടീനെ വളരെയധികം ദ്രോഹിച്ചത്. അത് ഏതായാലും സർക്കാരിനെ തെറ്റുതിരുത്തേണ്ടി വരാൻ കാരണം, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് നടപടി ഉണ്ടാകും എന്ന മുൻകൂർ സൂചന കിട്ടിയതുകൊണ്ടാണ് ഇപ്പോഴും സർക്കാർ വഴങ്ങിക്കൊടുത്തിട്ടുള്ളത്. അത് അപ്പോൾ അതിജീവിതയോടൊപ്പം നിൽക്കേണ്ട സർക്കാർ അവരോടൊപ്പം നിന്നവരെ ദ്രോഹിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ കേരളത്തിലെ LDF സർക്കാരിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനവിരുദ്ധ നയങ്ങളുടെ, തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ, ഉദ്യോഗസ്ഥ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്.